അർജുൻ കല്യാട്, ഈ വിഷയത്തിൽ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം? അദ്ദേഹം ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടുന്നില്ല സംഘടനകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാനാകുമോ ഈ ഘട്ടത്തിൽ? വിനീത, ഒരിക്കലും പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അത്തരമൊരു ഒഴിഞ്ഞുമാറൽ സാധ്യമല്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയത്തിൽ മറുപടി പറഞ്ഞേ മതിയാകൂ. ഏറ്റവും പ്രധാനമായി ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടി അവരുടെ പിന്തുണ നേടിക്കൊണ്ട് UDFന് അത് ആ അർത്ഥത്തിൽ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിക്കുന്നതിൽ അവരുടെ പിന്തുണ നേടുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള നിലപാടിൽ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അതിന് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് സമസ്തയുടെ 100ാമത് വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രമേയം തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന് UDF നേതാക്കൾ, മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം പറയുമ്പോഴും സമസ്ത കൃത്യമായ രീതിയിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികൾ തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള യുവാക്കളെ ഉൾപ്പെടെ വഴി തെറ്റിച്ചു വിടുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രമേയം അവരുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിക്കുമ്പോൾ വ്യക്തമായി UDF കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. അതുകൊണ്ടുകൂടിയാണ് VD സതീശൻ അവരുടെ നിലപാട് അല്പം മയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു തന്ത്രപരമായിട്ടുള്ള ഒഴിഞ്ഞുമാറൽ നിലപാടിലേക്ക് കാര്യങ്ങൾ മാറ്റിയത്. എന്തായാലും UDF പ്രതിരോധത്തിലേക്ക് പോയിരിക്കുകയാണ്. ഏറ്റവും പ്രതിരോധത്തിലാവുന്നത് UDFിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് ആയിരിക്കുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ UDFന് നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു പ്രതികരണം ഇനി നടത്താൻ വേണ്ടി കഴിയില്ല. അവർ മയപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രതികരണം മാത്രമായിരിക്കും ഇനി അങ്ങോട്ട് നടത്തുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിനീത, ശരി. അർജുൻ കല്യാട്, അഭിലാഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.